അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മലപ്പുറം കുടുംബ കോടതിയിൽ നടന്ന ഒരു സംഭവം ഞാൻ ഈ വീഡിയോ കമന്റ് ബോക്സിൽ ഇടട്ടോ. ഇത് ഏകദേശം ഒരു 3.25 മിനിറ്റ് ഉണ്ട്. അതായത് അമ്മായി അമ്മയെ മരുമകൻ വെട്ടി. എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വീഡിയോ കാണുമ്പോൾ ഈ വീഡിയോ പലരും കണ്ടിട്ടുണ്ടാകും. അതിൽ ഈ വെട്ടിയ വ്യക്തി പറയുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്കൊക്കെ വസ്തുതാപരമാണ് എന്ന് തന്നെയാണ് ബോധ്യപ്പെടുക. പക്ഷെ വെട്ടിയതിനെ നമ്മൾ ന്യായീകരിക്കാൻ പറ്റില്ല. മാത്രമല്ല പല എന്താ പറയാ അനുകൂലവും പ്രതികൂലവുമായ കമന്റുകൾ വന്നത് അദ്ദേഹത്തിന്റെ ആ ഒരു ഡ്രസ്സ് വലിച്ചൂരുന്നതുമായി ബന്ധപ്പെട്ട അതിനൊരു സാഹചര്യമുണ്ട്. അതായത് കുറെ ആളുകൾ ഈ വീഡിയോ എനിക്ക് അയച്ചു തന്നപ്പോ ഞാൻ എന്ത് ചെയ്തു, അതുമായി ബന്ധപ്പെട്ട് മലപ്പുറം ജില്ലാ ബാർ അസോസിയേഷന്റെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് സാദിഖ് നടുത്തൊടി ഈ വീഡിയോയിൽ അദ്ദേഹത്തെ കാണുന്നുണ്ട്. അദ്ദേഹം കുടുംബ കോടതിയിലാണ് കേസ് വക്കീലായിട്ട് കൂടുതലായിട്ടുള്ളത്. അപ്പൊ അദ്ദേഹത്തെ തന്നെ വിളിച്ചു. അദ്ദേഹം തിരക്കിലായിരുന്നു. അദ്ദേഹം തിരിച്ചു വിളിച്ചപ്പോൾ ഞാൻ അതിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. സത്യത്തിൽ ഇത് സംഭവിച്ചത് ഇന്ന് ഈ മേൽപ്പറഞ്ഞ വ്യക്തിയുടെ കേസ്, ഭാര്യ കൊടുത്ത കേസുമായി ബന്ധപ്പെട്ട് സാധാരണ പോലെ വിചാരണക്കായിട്ട് വരികയും കേസ് തീർന്ന് മുന്നോട്ട് പോവുകയുമാണ്. ഒപ്പം ഇറങ്ങി പോകുമ്പോ ഭാര്യയും അമ്മായി അമ്മയും നടന്നു പോവുകയാണ്. അപ്പൊ പിന്നാലെ ഓട്ടോയുമായി ചെന്നു. എന്നിട്ട് ഭാര്യയെ ഓട്ടോയിലേക്ക് കയറ്റാനൊക്കെ ശ്രമിച്ചു. ആ രീതിയിലുള്ള പിടിവലിയായി ഭാര്യ വീണു. ഭാര്യയുടെ കാലിലൊക്കെ മുറിവായി. ആ സാഹചര്യത്തിൽ അമ്മായി അമ്മ കുറച്ച് ഒരു ആരോഗ്യമുള്ള ഒരു ശരീരഘടന ഉള്ള ഒരു സ്ത്രീ ആണ് എന്ന് പറയുന്നു. അവരതിനെ തടുക്കാൻ ശ്രമിച്ചപ്പോ ആരെയാണ് വെട്ടാൻ ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലായില്ല. ഏതായാലും വടിവാളൊക്കെ കൊണ്ടുവന്ന് അമ്മായി അമ്മയുടെ മുതുകിൽ 2 വെട്ട്. ആ അമ്മായി അമ്മ നേരെ മറിഞ്ഞു വീണപ്പോ തൊടയിൽ ഒരു വെട്ട്. ഈ പറയുന്നത് പോലെയുള്ള സംഭവം നടക്കുമ്പോ നാട്ടുകാരും അതേപോലെ തന്നെ അവിടെയുള്ള വക്കീലന്മാരും എല്ലാവരും അവിടെ കൂടി പിടിച്ച്, പോലീസ് അടക്കം പിടിച്ച് ആ രീതിയിൽ പരിശോധിച്ച് നിൽക്കുമ്പോൾ വടിവാള് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നുണ്ട് കിടക്കുന്നത്. അത് ആ പോലീസുകാരൻ കൊണ്ടുപോയി വെക്കുന്നതോട് കൂടി ഇയാളുടെ കാലിലെ സോക്സിന്റെ ഉള്ളിൽ നിന്ന് ഇയാൾ കത്തി വലിച്ചൂരിയാണ്. അത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ സാധിക്കും. അപ്പൊ സ്വാഭാവികമായിട്ട് എന്നിട്ട് അത് അരയിലേക്ക് വെക്കുകയാണ്. സ്വാഭാവികമായിട്ടും അവിടെ തടിച്ചുകൂടിയ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവിടെ പിടിച്ച ആളുകൾക്ക് നേരെ ആക്രമണം നടക്കുന്നതിന് മുമ്പ് അത്തരം മാരകായുധങ്ങൾ ആ പ്രതിയിൽ നിന്ന് പരിശോധിച്ച് മാറ്റേണ്ടതുണ്ട്. അത് സ്വാഭാവികമായ നടപടിയാണ്. അപ്പൊ അത് എടുക്കേണ്ട ഒന്ന് തന്നെയാണ്. നമുക്കിത് കാണുമ്പോ നമ്മളാണെങ്കിലും ആ രീതിയിൽ തന്നെയാണ് അവിടെ ഇടപെടൽ ഉണ്ടാവുക എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇവിടെ അദ്ദേഹം ഈ വീഡിയോയിൽ പറയുന്ന കാര്യം, ഇയാൾ നല്ലോണം അനുഭവിച്ചിട്ടുണ്ട്. ഇയാൾ ഒരുപാട് നീതിക്ക് വേണ്ടി ആ രീതിയിൽ തന്നെ നിയമപരമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഇവിടെ നിയമം മുഴുവൻ സ്ത്രീകൾക്കാണ്, അത്തരത്തിലാണ് ഞാൻ പ്രയാസപ്പെട്ടത്, അതിലുള്ള പ്രതിഷേധവും പ്രതികാരവുമാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഒരു സംഭവത്തിൽ, ഖേദകരമായ സംഭവത്തിൽ കലാശിച്ചത് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ നമ്മൾ അത് പരിശോധിക്കുമ്പോൾ ഒരുപാട് ആളുകൾ, ഒരുപാട് ഭർത്താക്കന്മാർ ഇങ്ങനെയുള്ള പ്രയാസകരമായ ഒരവസ്ഥയിൽ കോടതി കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വസ്തുത ആരും നിഷേധിക്കുന്നില്ല. ഈ വക്കീലന്മാരോ പോലീസുകാരോ മറ്റു ഡിപ്പാർട്ട്മെന്റുകൾക്കോ അത്തരത്തിലുള്ള അഭിപ്രായമല്ല. നിങ്ങൾ ആ വീഡിയോ കണ്ടു നോക്കൂ. അയാൾ പറയുന്ന ഓരോ കാര്യങ്ങളും നമ്മളെ ചിന്തിപ്പിക്കുന്ന വിഷയമാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾ ആരെ ആക്രമിച്ചിട്ടില്ലല്ലോ, ഞാൻ പ്രയാസപ്പെട്ട, ഞാൻ കയറി ഇറങ്ങാത്ത സ്ഥലങ്ങളില്ല, എന്നെ ഇവര് ഈ രീതിയിൽ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഇല്ല എന്ന് ഒരാളും പറയുന്നില്ല. യഥാർത്ഥത്തിൽ ഇവിടെ നിയമം എന്ന് പറയുന്നത് ദുരുപയോഗം ചെയ്യുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. യഥാർത്ഥത്തിൽ സ്ത്രീകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്ന നിയമമാണ് സർക്കാർ. ആലോചിച്ച് നോക്കൂ, പുരുഷന്മാർ സ്ത്രീകൾക്കെതിരെ വലിയ തോതിലുള്ള ആക്രമണം നടത്തുന്നതിൽ നിന്ന് സ്ത്രീകളെ സംരക്ഷിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ആ നിയമത്തെ ഇന്നിന്റെ കാലത്ത് ധാരാളമായി ദുരുപയോഗം ചെയ്തു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ യാഥാർത്ഥ്യം. അതായത് ഏത് സ്ത്രീക്ക് വേണമെങ്കിലും ഒരു പുരുഷനെതിരെ കേസ് കൊടുക്കാം എന്നുള്ള രീതിയിലേക്ക് ആക്കി മാറ്റി. ഒരാളുടെ ജീവിതം തകർക്കാൻ ഒരു സ്ത്രീ വിചാരിച്ചാൽ മതി എന്നുള്ള കോലത്തിലായി. ഇനിയിപ്പോ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് സ്ത്രീയുടെ ഭാഗത്താണ് 100% തെറ്റിയെങ്കിൽ പോലും സ്ത്രീ അവിടെ കേസ് ഫയൽ ചെയ്യുമ്പോൾ ഒരു കാരണവുമില്ലാതെ പറയാം, എന്റെ സ്വർണം അവരെടുത്തിട്ടുണ്ട് എന്ന് പറയും. സ്വർണം എടുത്തിട്ടൊന്നും ഉണ്ടാവില്ല, ആ ഒരു വാക്ക് മതി. അവരെന്നെ വലിയ തോതിൽ പീഡിപ്പിച്ചു എന്ന് പറയും. ഗാർഹിക പീഡനം കേസ് കൊടുക്കാം. അതേപോലെ തന്നെ ഈ പറയുന്നത് പോലെ മർദ്ദിച്ചു, മറ്റുള്ള സംഗതികൾ എന്തൊക്കെയാണോ ഒരു സ്ത്രീക്ക് കൊടുക്കാൻ പറ്റുന്നത് ആ രീതിയിലൊക്കെ കൊടുക്കാം. പക്ഷെ പുരുഷന് എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു ഓപ്ഷനേ ഇല്ല. ഇനിയിപ്പോ ഇതിലൊരു ഉദാഹരണം കൂടി പറഞ്ഞു തരാം, നിങ്ങൾക്ക് ഒന്നും കൂടി മനസ്സിലാവുന്ന രൂപത്തിൽ. ഭർത്താവ് ഗൾഫിലായ ഒരു സ്ത്രീ, ആ സ്ത്രീയുടെ അടുത്തേക്ക് അയൽവാസിയായ മറ്റൊരുത്തൻ വരുന്നത് ഒരു വീട്ടിലെ ഭർത്താവിന്റെ അനിയൻ കയ്യോടെ പിടിച്ചു എന്ന് വിചാരിക്കാം.
ഇത് ഉദാഹരണം മാത്രമാണ്. ഞാൻ അതിന്റെ ഒരു ഗൗരവം നിങ്ങൾക്ക് വെളിപ്പെടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ രാത്രി പിടിക്കുന്നു, അത് ഭയങ്കരമായി പ്രശ്നമാകുന്നു, അയൽവാസികളൊക്കെ കൂടി. വിഷയം ജനുവിനാണ്, അത്തരത്തിലുള്ള അവിഹിത ബന്ധമാണ്. ഭർത്താവ് അതായത് ജ്യേഷ്ഠൻ ഗൾഫിലാണ്. അങ്ങനെ അവനെ വിവരം അറിയിച്ചു. ഈ പെണ്ണിന്റെ ഉപ്പയെ വിളിച്ചു വരുത്തി, വേറെ ഒന്നും വേണ്ട, നിങ്ങൾ ഇവിടെ കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ രീതിയിൽ പറഞ്ഞേക്കാൻ. ഉപ്പ നിസ്സായനാണ്, യാതൊരു രക്ഷയില്ല. മകൾ ഇങ്ങനെ കാട്ടിയ തമ്മാടിത്തത്തെ ഓർത്ത് അദ്ദേഹം നീറുകയാണ്. ആ പോകുന്ന വഴിക്ക് ആ ഉപ്പ സ്വന്തം നാട്ടിലെ സാമൂഹിക പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ഏതെങ്കിലും ഒരു വലിയ ആൾക്ക് വിളിക്കുകയാണ്. ആ ആളോട് കാര്യങ്ങൾ പറയാണ്. 3 മക്കളുണ്ട്, ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ, നിങ്ങൾ എവിടെ എത്തിയത്, നിങ്ങളൊരു കാര്യം ചെയ്യൂ, നിങ്ങൾ തൊട്ടടുത്ത ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആകൂ, ബാക്കി ഞാൻ നോക്കിക്കോളാം എന്ന് പറയാം. പിന്നീട് സ്ത്രീ പറയുന്നത് പോലെയുള്ള മൊഴികളാണ് പോലീസ് രേഖപ്പെടുത്തുക. ഇവർ കേസാക്കാൻ തീരുമാനിച്ചു. എന്താ പറയാ, ഭർത്താവിന്റെ അനിയൻ എന്നെ കയറി പിടിച്ചപ്പോൾ ഞാൻ ബഹളം വെച്ചു, നാട്ടുകാർ ഓടിക്കൂടി, ആ സമയത്ത് ഇദ്ദേഹവും ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ പേരിൽ, ഈ പിടിച്ച അയൽവാസിയുടെ പേരിൽ ഇവർ കുറ്റം ആരോപിച്ചു. അവരങ്ങനെയായി ഇങ്ങനെയായി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കേസ് കൊടുക്കും. സ്വാഭാവികമായിട്ടും പോലീസ് FIR ഇടുന്നത് ഈ കോലത്തിൽ. അവിടെയും നിന്നില്ല, പ്രത്യേകം ശ്രദ്ധിക്കുക, അവിടെയും നിൽക്കില്ല. വീണ്ടും കുടുംബ കോടതിയിൽ ഈ പെണ്ണ് വേറൊരു കേസ് കൊടുക്കുക. എന്തിനാണ് കേസ് കൊടുക്കുന്നത്? എന്റെ സ്വർണം, അതേപോലെ തന്നെ ഗാർഹിക പീഡനം, സ്വന്തം വയസ്സായ ഉപ്പയെയും ഉമ്മയെയും അടക്കം പറഞ്ഞുകൊണ്ട് ആ രീതിയിൽ വേറെ ഒരു കേസ് കൂടി കൊടുക്കും. അപ്പോഴും ഭർത്താവ് ഗൾഫിലാണ്, അവനാകെ തകർന്ന് തരിപ്പണമായി. ഇവരെ നോക്കാൻ വേണ്ടി കഷ്ടപ്പെടുകയാണ് സാധു. ഈ ഭർത്താവിന്റെ പേരിൽ ഒരു കേസ് കൊടുക്കും ഇവള്. എന്താ കേസ് എന്നറിയോ? എനിക്ക് ചെലവിന് തരണം എന്ന് പറഞ്ഞിട്ട്. ഉടനെ കോടതി അത് വിധിയാക്കും. അപ്പൊ കേസ് നടന്ന് വിധിയായിട്ടല്ലേ കിട്ടുള്ളൂ എന്നുള്ള ഒരു കാര്യം ഉണ്ടാവും. അങ്ങനെയല്ല, നിങ്ങൾ വക്കീലന്മാരോട് ചോദിച്ചു നോക്കിയാൽ മതി. കേസ് നടക്കുന്ന വിധിയാകുന്നതിന് മുമ്പ് തന്നെ താൽക്കാലികമായിട്ട് എനിക്ക് ചെലവിന് തരണം എന്നുള്ള ഒരു ഹർജി സമർപ്പിക്കും. കോടതി ഉടൻ തന്നെ അത് പാസ്സാക്കും. അങ്ങനെ തന്നെയാണ്. പിന്നീട് എന്താണ്, ഇപ്പൊ 3 മക്കളുണ്ടെങ്കിൽ ഏകദേശം 15, 5, 10, 25,000 രൂപക്കായിരിക്കും ഇവർ കൊടുക്കുക. 3 മക്കൾക്ക് 15,000 വെച്ച് കൊടുക്കണം. മാത്രവുമല്ല, ഈ രീതിയിൽ ചെലവിന് കൊടുത്തെങ്കിൽ മാത്രമേ ഈ കേസ് വിചാരണക്കെടുക്കാവൂ എന്ന് ഈ പെണ്ണിന്റെ ഭാഗത്ത് നിന്ന് വക്കീൽ പറഞ്ഞാലുണ്ടല്ലോ, ആ പൈസ അവിടെ കെട്ടിയിട്ടേ ആണിന്റെ കേസിന്റെ വിചാരണ എടുക്കുള്ളൂ. നിങ്ങൾ അറിയുന്ന വക്കീലന്മാർക്കൊന്ന് ഒന്ന് ചോദിച്ചു നോക്കൂ. ഇതൊക്കെ ഇതിന്റെ വസ്തുതകളാണ്. യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ ഈ കുടുംബം ചെയ്ത തെറ്റെന്താണ്? അവിടെയാണ് സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള നിയമത്തെ ദുരുപയോഗം ചെയ്യപ്പെടുന്നത് എന്ന് വളരെ വസ്തുതയാണ്. അത് അങ്ങനെ പ്രയാസം അനുഭവിക്കുന്ന എത്രയോ ആളുകളുണ്ട്. അതായത് ഭാര്യ കാമുകന്റോടൊപ്പം ചാടിപ്പോവുക, എന്നിട്ട് ചാടിപ്പോയിട്ട് പിന്നീട് ഭർത്താവിന്റെ പേരിൽ കേസ് കൊടുക്കുക, പല രീതിയിൽ കേസ് കൊടുത്ത് പീഡിപ്പിച്ച് അവന്റെ സ്വത്തും മുതലും ഒക്കെ വാങ്ങി വീണ്ടും പോയിട്ട് വീണ്ടും കേസ് കൊടുക്കുന്ന സ്ഥിതിഗതികൾ, മക്കളുടെ പേരും പറഞ്ഞ് ആ രീതിയിലാക്കി മാറ്റാം. യഥാർത്ഥത്തിൽ ഇതിനെന്താണ് പോംവഴി എന്ന് ചോദിച്ചാൽ, ഇവിടെ പുരുഷന്മാർക്ക് ഇത്തരത്തിലൊരു നിയമം വരൂല. കാരണം അതും വലിയ തോതിൽ ദുരുപയോഗം ചെയ്യും എന്നുള്ളതാണ് നിയമത്തിന്റെ കാഴ്ചപ്പാട്. സ്ത്രീകൾക്കുമേൽ വലിയ തോതിലുള്ള അതിക്രമങ്ങൾ ഉണ്ടായത് കൊണ്ടാണ് ഈ നിയമങ്ങൾ വന്നത്. ഇത് പുരുഷന്മാര് എടുത്ത പണിയാണ്. ഇനി ആ രീതിയിലുള്ള നിയമത്തെ ഇവർ ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കും. ഇനി എന്ത് ചെയ്യും? അവിടെയാണ് യഥാർത്ഥത്തിൽ ഒരു വിഷയം നടക്കുമ്പോൾ, ഒരു പെണ്ണ് പോയി കേസ് കൊടുക്കുമ്പോൾ സർക്കാർ ശരിക്കും ഇതിലൊരു നീക്കുപോക്കുകൾക്ക് തയ്യാറാകേണ്ടതുണ്ട്. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഓർഡർ കൊണ്ടുവരേണ്ടതുണ്ട്. ഒരു സ്ത്രീ പോയി കേസ് കൊടുത്തു, കോടതിയിൽ പോയിട്ട് ഒരു ഹർജി കൊടുത്തു, കേസ് കൊടുത്തു. ആ കേസ് പരിഗണിക്കുമ്പോൾ കോടതിയിൽ നിന്ന് വസ്തുതാപരമായ ഒരു പ്രാഥമിക അന്വേഷണത്തിന് ഉത്തരവിടണം. ആ ഉത്തരവിടുന്നതിന്റെ അടിസ്ഥാനത്തിൽ നിഷ്പക്ഷമായി കറകളഞ്ഞ രീതിയിൽ വളരെ സത്യസന്ധമായി സർക്കാർ ഉദ്യോഗസ്ഥനാണ് എന്നുള്ള ആ ഒരു കാര്യത്തെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് 10 പൈസ കൈക്കൂലി വാങ്ങാതെ, ആരോടും ചായാതെ, പരിസര പ്രദേശങ്ങളിലും കുടുംബങ്ങളിലും ഒക്കെ അന്വേഷിച്ചിട്ട് ഇതിന്റെ വസ്തുത ഇന്നാലിന്നത് പോലെയാണ് എന്ന് കോടതിയെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ ഒരു പ്രാഥമിക റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചാൽ അത് പുരുഷനെ സംബന്ധിച്ചിടത്തോളം വിശ്വാസകരമാണ്. ഇല്ല എങ്കിൽ വളരെ എത്ര ആളുകളാണ് ഇങ്ങനെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നതെന്ന് അറിയോ? ഇതിന്റെയൊക്കെ ചില പരിണിത ഫലങ്ങളാണ് ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളിലേക്കും ഇത്തരത്തിലുള്ള വെട്ടും കുത്തും കൊലവിളിയുമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ സംഭവത്തെ നമ്മൾ കാണുമ്പോൾ, ഇതിന്റെ ഓരോ വശങ്ങളും നമ്മൾ പഠിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ഒരു വലിയ യാഥാർത്ഥ്യം ഇതിലൂടെ കടന്നു പോകുന്നുണ്ട്. ഒരുപാട് ആളുകൾ ഇരയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന് സർക്കാർ തലത്തിൽ തന്നെ ഒരു നിയമനിർമ്മാണം, അതേപോലെ തന്നെ ഒരു അധികാരത്തോടു കൂടി ഒരു പ്രാഥമിക അന്വേഷണം എന്നുള്ള കാര്യത്തെ കൊണ്ടുവന്നുകൊണ്ട് ആ അന്വേഷണ റിപ്പോർട്ടും കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കണം
അതിന്റെ ഒരു യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ടും കൂടി കോടതിയിൽ കൊടുത്തിട്ട് അതിനനുസരിച്ചായിരിക്കണം ഇതിലൊരു വിധി ഉണ്ടാവേണ്ടത്. അല്ലാതെ കാമുകനോടൊപ്പം ഒളിച്ചോടിയ പോയ പെണ്ണിന് ചെലവിന് കൊടുക്കേണ്ട ഭർത്താവിന്റെ ഗതികേടൊക്കെ എങ്ങനെയാണ് അക്സെപ്റ്റ് ചെയ്യുക? അതിനേക്കാൾ നല്ലത് ജയിലിൽ പോയി കിടക്കുകയാണെന്ന് ഓരോരുത്തർ തീരുമാനിച്ചാൽ ഒരുപാട് വെട്ടലുകൾ ഇവിടെ നടക്കും. ഞാനിത് പച്ചക്ക് പറയാം, ഇത് ഈ രീതിയിലേക്ക് ആയി വരുന്നത് അതൊരു അവസ്ഥയാണ്. ഏതായാലും ഇതിനൊരു മാറ്റം ഉണ്ടാകൽ അനിവാര്യമാണ്. ശക്തമായ രീതിയിൽ MLA-മാരും മന്ത്രിമാരും ഭരണപക്ഷവും പ്രതിപക്ഷവും ഒക്കെ ഇരുന്നു കൊണ്ട് ഇതിനൊരു നിയമനിർമ്മാണ സംഗതികൾ കൊണ്ടുവന്ന് ഇതിനൊരു ഇടപെടൽ നടത്തൽ അനിവാര്യമാണ്. ഒരുപാട് ആളുകൾ ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഇത്തരം നിയമങ്ങൾ ദുരുപയോഗം ചെയ്തുകൊണ്ട് പല പോക്കിരിത്തരങ്ങളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പച്ചക്കളവ് പറഞ്ഞുകൊണ്ട് സ്വർണ്ണമെടുത്തു, ഗാർഹിക പീഡനം, അങ്ങനെ പീഡനം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നതിനാണ്, ചാടിപ്പോയിട്ടാണ് കൊടുക്കുന്നത്. ആ രീതിയിലൊക്കെ ആയി മാറിക്കൊണ്ടിരിക്കും. സംഭവങ്ങൾ വരുമ്പോഴാണല്ലോ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കാം. ഏതായാലും അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട്, പിന്നെ പ്രധാനമായിട്ടും പറയാനുള്ളത് എല്ലാവരും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ, കുടുംബവും ഒത്ത് മുന്നോട്ട് പോകാൻ എല്ലാവരും ശ്രമിക്കണമെന്നും, മറ്റുള്ളതൊക്കെ ചതിവാണ്. ഇവിടെ എന്തും നടക്കും. നാളെ എന്റെ വിശ്വാസം അനുസരിച്ച് നാളെ അള്ളാന്റെ കോടതിയിൽ നിങ്ങൾ സമാധാനം പറയേണ്ടി വരും എന്നുള്ളത് അത്തരത്തിലുള്ള കുബുദ്ധിക്കാരെ മുഴുവനും അറിയിച്ചുകൊണ്ട് നിങ്ങൾ പിന്നെ ലോകത്ത് എന്ത് ചെയ്തിട്ടും കാര്യമില്ല. കാരണം അത്രത്തോളം കുടുംബം തകർക്കുന്ന രീതിയിലുള്ള പ്രവൃത്തി ചെയ്തവരാണ് നിങ്ങൾ എന്നുള്ളത് നിങ്ങളൊന്ന് സ്വയം മനസ്സിലാക്കുക. ഏതായാലും വിഷയം നിങ്ങൾക്ക് മനസ്സിലായിരിക്കുമെന്ന് വിചാരിക്കുന്നു. അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. മാന്യമായ അഭിപ്രായങ്ങളാണെങ്കിൽ നമുക്കത് വീണ്ടും ചർച്ച ചെയ്യാം. ഏതായാലും ഇതിൽ സർക്കാർ ഒരു തീരുമാനം എടുക്കട്ടെ എന്നുള്ളത് നമ്മൾ ആഗ്രഹിച്ചു പോവുകയാണ്. നിർത്തുന്നു. നന്ദി.